ഒളവട്ടൂർ. അഷ്ടദിക്കുകളും മാമലകളാൽ ചുറ്റപ്പെട്ട ഹരിതാഭമായ മണ്ണാണ് ഒളവട്ടൂർ. പ്രകൃതിയുടെ സൗന്ദര്യം പേലിവിടർത്തിയാടുന്ന താഴ്വാരങ്ങൾ, മന്ദമാരുതന്റെ തഴുകലേറ്റ് തലയാട്ടുന്ന വയലേലകൾ, കിളികളുടെ കളകളനാദങ്ങൾ. നാഗഫണം ഉയർത്തുന്ന നഗരങ്ങൾക്കപ്പുറത്ത് നൈർമല്യം വിതറുന്ന ഗ്രാമങ്ങളുണ്ടായിരുന്നു. ബാലകൃഷ്ണൻ ഒളവട്ടൂരാണ് തന്റെ ഗ്രാമത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത്. ആലും ആതിരയും ആമ്പൽക്കുളവും ആർദ്രത പറ്റാത്ത ഹൃദയവും ഉണ്ടായിരുന്നു എല്ലാവർക്കും. കല്ലുവെട്ടാങ്കുഴിക്കക്കരെ ഉള്ളു തുറക്കുന്നവരും കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ച് കിന്നാരം പറയുന്നവരുമുണ്ടായിരുന്നു എന്റെ ഗ്രാമത്തിൽ. നോക്കൂ, മുളങ്കാടുകൾക്കരികിലൂടെ കുന്നിൻ മുകളിലേക്ക് കയറിപ്പോകുന്ന ഒറ്റയടിപ്പാത. പകലന്തിയോളമുള്ള അധ്വാനഭാരം മുറിവീടിയിലോ മൂളിപ്പാട്ടിലോ ഒതുക്കി അന്തിമായുന്നത് പോലെ കയറിപ്പോകുന്ന ഗ്രാമീണർ. സന്ധ്യാദീപം കൊളുത്തി ചുണ്ടിൽ മൃദുമന്ദഹാസവുമായി കാത്തിരിക്കുന്ന ഗ്രാമീണ പെൺകുടി. അവരുടെ പരിഭവവും പരാധീനതകളും അവിടെ ഒതുങ്ങുകയായി. കിഴക്ക് വെള്ള കീറുന്നതിന് മുൻപേ കന്നുകളുമായി ഏറുകണ്ടത്തിലേക്ക് നടന്നു നീങ്ങുന്ന കൃഷീവരൻ. പീഡിക കോലായിലിരുന്ന് കാലിച്ചായയ്ക്കൊപ്പം നടത്തപ്പെടുന്ന കൊച്ചു വർത്തമാനങ്ങൾ. നൈമിഷികമായ കുശുമ്പും കലമ്പലും. പിന്നീട് ആരോടും പരിഭവമില്ലാതെ ആകാശത്തിലേക്ക് നോക്കി അവർ വിത്തെറിയുന്നു. ചേറും വീറും ചേർത്തവർ പൊന്നു വിളയിക്കുന്നു. കളപ്പുരകളിൽ മെതിച്ചിറക്കുന്നു. നാടൻ പാട്ടിന്റെ ഈരടിയിൽ ഇല്ലാതാവുന്ന ഇല്ലായ്മകൾ. കാര്യങ്ങളൊക്കെ എപ്പോഴാണ് കീഴ്മേൽ മറിഞ്ഞത്? പട്ടണങ്ങൾ എപ്പോഴാണ് ഈ ഗ്രാമത്തെ വിഴുങ്ങിയത്? ഓർക്കാൻ സമയമെവിടെ? നാം ഓടുകയാണ്. എന്തിനെന്നോ ഏതിനെന്നോ അറിയാതെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ആദ്യകാലങ്ങളിലെ ആർദ്രതയിൽ നിന്നും ആധുനിക യുഗത്തിലെ ദൈന്യതയിലേക്കുള്ള ഈ പ്രയാണത്തിൽ മിഴിച്ചു നിൽക്കുകയാണ് എന്റെ ഗ്രാമം. മലപ്പുറം ജില്ലയുടെ കിഴക്കേ അറ്റം. കോഴിക്കോട് ജില്ലയിൽ നിന്നും തെല്ലകന്നു മാറി തീർത്തും ഒറ്റപ്പെട്ടു കിടക്കുന്ന ഈ ഗ്രാമത്തിന് അവജ്ഞയുടെയും അവഗണനയുടെയും ഒരു ഗതകാലമുണ്ട്. പരിഹാസ കഥകൾക്ക് പരിവേഷമായി പലരും പറയാറുള്ളത് ഈ ഗ്രാമത്തെയാണ്. കാറ്റും വെളിച്ചവും കടക്കാത്ത അറകളിലെ കേവലം നരിച്ചീറുകളായിരുന്നു എന്റെ നാട്ടുകാർ. ആവൂ, എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ നീ ഒരു ഒളവട്ടൂരുകാരനാണെന്ന പരിഹാസം സ്ഫുരിക്കുന്ന പദങ്ങൾ കേട്ടുകൊണ്ടാണ് എന്റെ കുട്ടിക്കാലം കടന്നുപോകുന്നത്. എവിടെ നടക്കുന്ന മണ്ടത്തരങ്ങൾക്കും പാപഭാരം പേറേണ്ടിയിരുന്നത് ഈ നാട്ടുകാരായിരുന്നു. അതുകൊണ്ട് തന്നെ ദൂരദേശങ്ങളിൽ ചെന്നാൽ ഒളവട്ടൂർ എന്ന് പറയാതെ മറ്റ് സ്ഥലപ്പേരുകൾ പറഞ്ഞ് ഉൾവലിഞ്ഞു പോന്ന ഒരു തലമുറയാണ് എന്റേത്. പക്ഷേ കാലം മാറുകയായിരുന്നു. ഈ മാറ്റങ്ങളോടൊപ്പം സാവകാശം ഒളവട്ടൂരും മാറി. കുണ്ടനിടവഴിയും നടവഴിയും റോഡുകൾക്ക് വഴിമാറി. നാഴികകളോളം നടന്നിരുന്നവർക്ക് 4 അടി പോലും നടക്കാൻ വയ്യാതെയായി. ചോർന്നൊലിക്കുന്ന കൂരകൾക്ക് പകരം വിയർത്തൊലിക്കുന്ന കോൺക്രീറ്റ് സൗധങ്ങളായി. മങ്ങിക്കത്തുന്ന ചിമ്മിനി വിളക്കുകൾ കണ്ണഞ്ചിപ്പിക്കുന്ന ഇലക്ട്രിക് ബൾബുകൾക്ക് മുന്നിൽ നിഷ്പ്രഭമായി. ശരിയാണ്, ഒരു കുത്തൊഴുക്കായിരുന്നു കാലം. ഈ കുത്തൊഴുക്കിൽ ഒളവട്ടൂരിലെ മാലിന്യങ്ങൾ ഇല്ലാതാവുകയായിരുന്നു. ഒപ്പം മറ്റു പലതും. കുത്തൊഴുക്കിനിടയ്ക്ക് വല്ലപ്പോഴും ലഭിക്കുന്ന നിശ്ചലതയിലെ തെളിനീരിനാഴങ്ങളിൽ ചില തിളക്കങ്ങൾ കാണാനാവുന്നു. കേട്ടറിവുകൾക്ക് നിറം ചാർത്തുമ്പോൾ ചില വിസ്മയ ചിത്രങ്ങൾ തെളിഞ്ഞു വരുന്നു.
വിശാലമായ പടവരമ്പിലൂടെ ചുണ്ടിൽ പുകയുന്ന ചുരുട്ടിനോടൊപ്പം ഗഹനമായ ചിന്തയുമായി നടന്നുവരുന്നത് KC കോമുക്കുട്ടി മൗലവിയാണ്. രാഷ്ട്രീയ സാമൂഹിക സാഹിത്യ രംഗത്തെ ഒളവട്ടൂരിന്റെ അമൂല്യ സംഭാവന. പോസ്റ്റ് ഓഫീസും 1-2 മുറുക്കാൻ കടകളും ഒരു ചായമക്കാനിയും അടങ്ങിയ ഒളവട്ടൂർ പുതിയടത്ത് പറമ്പ് അങ്ങാടിയുടെ ഒത്ത നടുക്ക് പുളിമരത്തിന് താഴെ കല്ലുവെട്ടി മൂസ, ടൈലർ മാധവൻ എന്നിവരോടൊപ്പം മുറുക്കിത്തുപ്പി വെടി പറഞ്ഞിരിക്കുന്നത് ശേഖരൻ അധികാരിയാണ്. കലാ സാംസ്കാരിക വായനശാലാ പ്രവർത്തനങ്ങളുടെ സൂത്രധാരികളിൽ പ്രധാനികളാണിവർ. ദൂരെ കൊട്ടക്കോടൻ മലയിറങ്ങി വരുന്ന അല്പവസ്ത്രധാരിയായ വയോവൃദ്ധൻ കേശവനാശാരിയാണ്. കയ്യിൽ വീതുളിയും മനസ്സിൽ തച്ചുശാസ്ത്ര വിധികളുമായി എവിടെയോ ഭൂഗർഭജലം തേടി പോവുകയാണ്. അങ്ങനെ ആരല്ല, ഒരു ജീവിതകാലം മുഴുവൻ ദേവീ സ്തോത്രവും ഉരുവിട്ട് ഒടുവിൽ ചിത്തഭ്രമം പിടിച്ച് മരിച്ചുപോയ കേളുകോമരം. മാറാവ്യാധി മാറ്റാൻ മന്ത്രവാദ ചരടുമായി കണ്ണൻ കോമരം, അശനിബാധമകറ്റാൻ അരിയേറുമായി പൂതം കെട്ടി വീടുകൾ തോറും കയറിയിറങ്ങുന്ന അപ്പുപെരുന്നാൻ, നാട്ടുതർക്കങ്ങൾക്ക് അവസാന വാക്കായി ഖാദർ ഹാജി, വഴിനീളെ കാണുന്ന അഴുക്കുകളൊക്കെയും വാരി വെടിപ്പാക്കി നടന്നുപോകുന്ന ഗോപാലൻ നായർ, മുറിക്കയ്യൻ ജുബയും കാവി കലർന്ന മുണ്ടും ധരിച്ച് വളയംകുളം ഇടവഴി ഇറങ്ങി വരുന്നത് കുറുപ്പ് നീലകണ്ഠൻ, കൂടെ കണ്ണൻകുട്ടി പെരവനും. മാറുമറയ്ക്കാൻ അവകാശമില്ലാത്തവർക്ക് വസ്ത്രവുമായി ഇറങ്ങിയിരിക്കുകയാണവർ. ആനക്കരുത്തും തന്റേടവുമായി ഒരിക്കലും മാറുമറയ്ക്കാതെ മാത, കോയമല്ല, കുഞ്ഞറമോ, മീൻ മമ്മദ്, അജ്ഞതയുടെ അന്ധകാരത്തിലേക്ക് വിജ്ഞാനത്തിന്റെ തീപ്പന്തവുമായി കടന്നുവന്ന കോമുക്കുട്ടി മൗലവി, പുളിക്കൽ മുക്കത്ത് ഖാദർ ഹാജി, MK മമ്മദീശ ഹാജി, പാറക്കുത്ത് മമ്മദീശ ഹാജി, KC മോനുദ്ദീൻ ഹാജി, KV കോമുക്കുട്ടി മാസ്റ്റർ, ഒളവട്ടൂരിൽ വിജ്ഞാനപ്രഭ പരത്തിയ M മൊയ്ൻകുട്ടി ഹാജി. ഓരോരുത്തരായി ഇറങ്ങി വരികയാണ്. ഇവർ എന്റെ ഗ്രാമത്തെ നെയ്തെടുത്തു. ഇവർ എന്റെ ഗ്രാമത്തെ പോറ്റി വളർത്തി. ഇന്ന് ഈ ആതിരയിൽ കുളിച്ചു നിൽക്കുമ്പോൾ ഒടിയന്മാർ ഓടി നടന്ന കുന്നിൻ ചെരുവിലൂടെ കറുത്ത റോഡുകൾ ഇറങ്ങി വരുമ്പോൾ, മുറിച്ചു കടന്ന അറ്റം കൈകളിലൂടെ കാറുകൾ ചീറി വരുമ്പോൾ, ഓർമ്മയിൽ നിന്നും ആരൊക്കെയോ ഇറങ്ങി വരുന്നു. അവിടെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വിജനമായ കടത്തിണ്ണയിലിരുന്ന് മൂളിപ്പാട്ട് പാടുന്ന ചൂടൻ നീലാണ്ടനുണ്ട്. കാര്യവും കാരണവുമില്ലാതെ ബഹളം വെക്കുന്ന കുടിച്ചിപ്പട്ടികളുണ്ട്. കോമ്പ്രമലയിലെ ഐരുമടയിൽ നിന്നും കുറുക്കന്മാരുടെ ഓരിയിടൽ കേൾക്കുന്നുണ്ട്. കടകളിൽ നിന്നും പുറത്തേക്കെറിയുന്ന ശർക്കര പായയ്ക്ക് കാത്തിരിക്കുന്നവരുടെ ദയനീയമായ നിലവിളിയുണ്ട്. മുല്ലാക്കയുടെ താളമാർന്ന ബാങ്കുലിയുണ്ട്. എല്ലാം മറന്ന് കെട്ടിപ്പാട്ടുകൾ പാടുന്ന ബീഡി തെറുപ്പുകാരൻ കോയിമുരുക്കാക്കയുടെ നൈമിഷികമായ കവിതയുണ്ട്. അവിടെ ഒളവട്ടൂരിന്റെ തനിമയുണ്ട്. ഒളവട്ടൂരുണ്ട്. അവർ സ്നേഹവും സൗഹാർദ്ദവും കാത്തുസൂക്ഷിച്ചു. തിരുറ്റിക്കുത്ത് ക്ഷേത്രോത്സവത്തിൽ കോമരത്തിന്റെ വെളിപാടുകൾക്ക് കാതോർത്തു. കറുത്തുറഞ്ഞ സത്യം പോലെയുള്ള മലക്കംപാറയിലെ അറവനമുട്ടുകൾ കാത്തിരുന്നു. ആണ്ടുനേർച്ചയിലെ ചീരണകൾ സ്നേഹപൂർവം പങ്കുവച്ചു. പരിഹാസത്തിന്റെ പാതയിലൂടെ, പാടിപ്പതിഞ്ഞ പാട്ടുകളിലൂടെ, പടിപടിയായുള്ള വളർച്ചയിൽ എന്റെ ഗ്രാമം എവിടെയോ എത്തി നിൽക്കുന്നു. ആദ്യകാലങ്ങളിലെ അരക്ഷിതാവസ്ഥയിൽ നിന്നുള്ള ഈ അല്പമോചനത്തിൽ ആശ്വാസം കൊള്ളുന്നുണ്ടെങ്കിലും അവയ്ക്കിടയിൽ എവിടെയോ നഷ്ടപ്പെടുന്ന നൈതിക മൂല്യങ്ങൾ എന്നെ വ്യാകുലപ്പെടുത്തുന്നുണ്ട്. എന്റെ ഗ്രാമവും പട്ടണ പൊങ്ങച്ചങ്ങൾക്ക് അടിപ്പെട്ടു കഴിഞ്ഞു. അത്തരം പൊങ്ങച്ചങ്ങൾ എന്റെ നാടിനെയും ഗ്രസിച്ചു കഴിഞ്ഞു.
പക്ഷേ പൂർവസൂരികളുടെ അനുഗ്രഹം പോലെ വിശുദ്ധമായ എന്തോ ഒന്ന് ഈ ഗ്രാമത്തിൽ അവശേഷിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുന്നിറങ്ങി വരുന്ന ചൂട്ടുകറ്റകളില്ലെങ്കിലും, അകലങ്ങളിൽ നിന്ന് കവി ഉണർത്തലില്ലെങ്കിലും, മരണവീടുകളിൽ നിന്ന് ആർപ്പു വിളികളില്ലെങ്കിലും, അയൽക്കാരനോടുള്ള അനുകമ്പ കുറയുന്നുണ്ടെങ്കിലും, എങ്ങും വട്ടമിട്ട് പറക്കുന്ന കച്ചവട കണ്ണുണ്ടെങ്കിലും, കാവൽ മാലാഖമാരെ പോലെ ചുറ്റും തലയുയർത്തി നിൽക്കുന്ന മൊട്ടക്കുന്നുകൾ ഈ ഗ്രാമത്തെ എന്തിൽ നിന്നോ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. തീർച്ച. ഒരു പഞ്ചായത്ത് പോലുമല്ലെങ്കിലും ഒളവട്ടൂർക്കാർക്ക് തങ്ങളുടെ ഗ്രാമത്തെക്കുറിച്ച് അഭിമാനിക്കാൻ കാര്യങ്ങൾ ഏറെയുണ്ട്. മലപ്പുറം ജില്ലയിലെ പുളിക്കൽ പഞ്ചായത്തിൽ ഏറെ പിന്നോക്കം നിന്നിരുന്ന ഒളവട്ടൂർ പ്രദേശം കേരളത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ചരിത്ര നിമിഷങ്ങളാണ് കുറിച്ചിട്ടത്. അമ്പലവും പള്ളിയും പാർട്ടികളും സംഘടനകളും തുടങ്ങി ജാതിമത ഭേദമന്യേയുള്ള വലിയൊരു കൂട്ടായ്മ. നാടിന്റെ പുരോഗതിയും ജനങ്ങളുടെ നന്മയും മുൻനിർത്തി ഇവർ ഐക്യപ്പെട്ടപ്പോൾ അസംഭവ്യമെന്ന് കരുതുന്ന പലതും സംഭവിച്ചു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിരുന്നു ഒളവട്ടൂരിന്റെ ഇതുവരെയുള്ള നാൾവഴികളെ കോർത്തിണക്കിയുള്ള സമഗ്ര ചരിത്ര രചന. നാടിന്റെ നോവും നിനവും പ്രതീക്ഷയും ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു ഒളവട്ടൂർ നാൾവഴികൾ നാട്ടുവഴികൾ എന്ന പേരിൽ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഒളവട്ടൂർ എന്ന് പറഞ്ഞാൽ ഒരു വളരെ പിന്നോക്കം നിന്നിരുന്ന മലപ്പുറം ജില്ലയിൽ പുളിക്കൽ പഞ്ചായത്തിൽ ഏറ്റവും പിന്നോക്കം നിന്നിരുന്ന ഒരു ഭൂമിശാസ്ത്രപരമായും ചരിത്രപരമായും മറ്റെല്ലാ അർത്ഥത്തിലും വളരെ പിന്നോക്കമായിരുന്നൊരു പ്രദേശമാണ്. എന്നാൽ അതേസമയം സ്വാതന്ത്ര്യസമരം തൊട്ട് സ്വാതന്ത്ര്യസമരത്തിൽ പങ്കുവഹിച്ച KC കോമക്കുട്ടി മലവി, സുബേദനായിട്ടുള്ള ചന്ദ്രിക പത്രാധിപരായിരുന്ന റഹീം മേച്ചേരിയും, അതേപോലെ നാട്ടിലും ഇതര പ്രദേശങ്ങളിലൊക്കെ അറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താക്കളായിരുന്ന പൂളക്കൽ ഖാദർ ഹാജി, M മൊയിൻകുട്ടി ഹാജി, MK മുഹമ്മദ് ഷാ ഹാജി, PT കൃഷ്ണൻ നായർ, ഡോക്ടർ കൃഷ്ണൻ നായർ, ഇങ്ങനെ ഒരുപാട് ആളുകൾ, ഇവരെടുത്ത് പറയുകയാണെങ്കിൽ ആ പട്ടിക നീളും. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾക്ക് ജന്മം നൽകിയ ഒരു പ്രദേശം കൂടിയാണ് ഈ ഒളവട്ടൂർ. ഒരു ഡാറ്റ കളക്ഷൻ എന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഈ ചരിത്ര കേന്ദ്രത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങിപ്പുറപ്പെടുന്നത്. എന്താണ് ഒളവട്ടൂർ, ഒളവട്ടൂരിൻ്റെ വിഭവങ്ങൾ എന്തൊക്കെയാണ്, ഒളവട്ടൂരിൻ്റെ ഭൂമിശാസ്ത്രം എന്താണ്, അതേപോലെ ഒളവട്ടൂരിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, ഒരു പഞ്ചായത്ത് രൂപീകരിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ഉത്തരവാദിത്തപ്പെട്ടവരെടുത്ത്, അധികാരികളുടെ അടുത്ത് സമർപ്പിക്കാൻ ആവശ്യമായ ഒരു ഡാറ്റ കളക്ഷൻ, ഒരു വിഭവ സമാഹരണം എന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഈ ചരിത്ര കേന്ദ്രത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങിപ്പുറപ്പെടുന്നത്. അത് തീർച്ചയായും ഒളവട്ടൂരിൻ്റെ മുഴുവൻ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടു കൂടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹ്യ സാംസ്കാരിക സംഘങ്ങളുടെയും മത രംഗത്തുള്ള ആളുകളുടെയൊക്കെ തന്നെ സഹകരണത്തോടു കൂടി ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യമെന്ന് പറയാവുന്ന രീതിയിൽ 600 പേജുള്ള ഒരു ഗ്രാമത്തിൻ്റെ ചരിത്രരചന ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം. സുവനീറുകളും സപ്ലിമെന്റുകളൊക്കെ പലരും ഇറക്കിയിട്ടുണ്ടാവും. പക്ഷേ ഈ 600 പേജുള്ള ഒരു ഗ്രാമത്തെക്കുറിച്ച് സമ്പൂർണമായ ഒരു ചരിത്രരചന ഇത് ഇദംപ്രദമായിരിക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ പുസ്തകം പ്രകാശനം ചെയ്ത മന്ത്രി, ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുൾ റഹ്മാൻ സാഹിബ് തന്നെ അത്തരത്തിൽ അഭിപ്രായപ്പെടുകയുണ്ടായിരുന്നു. കൂട്ടായ്മയുടെ ഉദയത്തിനു പിന്നിൽ പ്രവാസ ലോകത്തിന്റെ കയ്യൊപ്പുകളായിരുന്നു ഊർജമായി വർത്തിച്ചത്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒളവട്ടൂർക്കാരുടെ കൂട്ടായ്മയായ ഐഡിയൽ കൾച്ചറൽ അസോസിയേഷൻ മുന്നോട്ടുവച്ച ആശയം നാട് നെഞ്ചേറ്റുകയായിരുന്നു.